2025 ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിലും ബുധൻ കർക്കടകം രാശിയിലുമാണ് ആഗസ്റ്റ് 30 വരെ. ആഗസ്റ്റ് 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ്. ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ. മാസത്തിൻ്റെ ആദ്യ സമയത്ത് 20-ന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് അത് പുണർദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം പകുതി വരെ നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അധികാരത്തിനൊന്നും ഇളക്കമുണ്ടാകാൻ സാധ്യതയില്ല. പുതിയ തൊഴിലൊക്കെ തേടുന്നവരാണെങ്കിൽ അവർക്ക് സാഹചര്യമൊക്കെ വളരെയധികം അനുകൂലമാണ്. നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വേതന വർധന ഉണ്ടാകുന്നതാണ്. അവരാശിച്ച ദിക്കിലേക്കൊക്കെ സ്ഥലം മാറ്റം ഇവകളുടെയൊക്കെ സാധ്യതയുണ്ട്. പഠനം, ഗവേഷണം തുടങ്ങിയവയൊക്കെ നടത്തുന്നവർക്ക് അതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതും അവയിൽ സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതുമാണ്. നിങ്ങൾ ഈ മാസം ചെയ്യുന്ന അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അത് നഷ്ടത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ ഈ മാസം കൂടുതൽ ഗുണകരമായിട്ടൊക്കെ പോകുന്നതാണ്. ആഗസ്റ്റ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അല്പം പ്രയാസങ്ങൾ ഒക്കെ സൃഷ്ടിച്ചേക്കാം. എന്നാലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഊർജവും സമയവും ഒക്കെ ചിലവാക്കേണ്ടി വരും എന്ന് മാത്രം. ഉദ്യോഗസ്ഥർ ആ സമയത്തൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. തൊഴിൽ സ്ഥലത്തൊക്കെ സ്വസ്ഥതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദേഷ്യം അല്പം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ്. തർക്കങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കണം. ഭക്ഷണകാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാകണം. വരവിനനുസരിച്ച് തന്നെ ചിലവും ഉണ്ടാകുന്നതാണ്. അതിനാൽ ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ഓഗസ്റ്റ് മാസം ലഭിക്കുന്നതിന് വേണ്ടി പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക. എല്ലാ ശനിയാഴ്ചയും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മാസമാകട്ടെ ഓഗസ്റ്റ് മാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.